ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊസിഷൻ ഓഫ് അഗ്രിമെൻറ്റ്സ് ബൈ എ മൈനർ എന്നുള്ളതാണ്. പൊസിഷൻ ഓഫ് അഗ്രിമെൻറ്റ്സ് ബൈ എ മൈനർ. നമ്മൾ ഒരു മൈനറായിട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മൈനർ വേറൊരു വ്യക്തിയായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അത്തരത്തിലുള്ള ഒരു കോൺട്രാക്റ്റിൻ്റെ സാധ്യത എന്താണ് അത്തരം കോൺട്രാക്റ്റുകളുടെ ഒരു പൊസിഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൽ ഒരു 10ഓളം സിറ്റുവേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്നും നിങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുക. ഒന്നാമത്തെ സ്റ്റേജ്, ആൻ അഗ്രിമെൻറ്റ് വിത്ത് എ മൈനർ ഈസ് വോയിഡ് അബ് ഇനീഷ്യോ എന്ന് പറഞ്ഞാൽ ഫ്രം ദി വെരി ബിഗിനിങ്. അതിൻ്റെ എക്സ്പ്ലനേഷനിൽ പറയുന്നുണ്ട്, എ കോൺട്രാക്റ്റ് വിത്ത് എ മൈനർ ഈസ് അബ്സല്യൂട്ട്ലി വോയിഡ് ഇൻ ദ ബിഗിനിങ് ഇറ്റ് സെൽഫ്. നമ്മൾ ഒരു മൈനറായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വോയിഡാണ്, അതിന് നിയമസാധ്യതയില്ല, അത് ഇൻവാലിഡാണ്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഒരു മൈനറായിട്ടുള്ള വ്യക്തി, മൈനർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നിയമപ്രകാരം 18 വയസ്സ് തികയാത്ത ഒരു വ്യക്തിയുമായിട്ട് ഞാനൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് അതിന് യാതൊരു നിയമസാധുതയും ഇല്ല, അത് എൻഫോഴ്സബിൾ അല്ല, അത് ഇൻവാലിഡാണ്. അത് തുടക്കത്തിൽ തന്നെ ആ കോൺട്രാക്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ അതൊരു വോയിഡ് കോൺട്രാക്റ്റാണ്, അതിന് യാതൊരു നിയമസാധുതയും ഇല്ല. ഓക്കെ, രണ്ടാമത്തത്, മൈനർ ക്യാൻ ബി പ്രോമിസി ഓർ ബെനഫിഷ്യറി. ഇത് ശ്രദ്ധിക്കുക. എന്നാൽ ഒരു മൈനർക്ക് ഒരു പ്രോമിസി ആകാം അല്ലെങ്കിൽ ബെനഫിഷ്യറി ആകാം. എന്ന് പറഞ്ഞാൽ, if a contract is beneficial to a minor, it can be enforced by him. There is no restriction on a minor from the being a beneficiary or promisee. There is no restriction on a minor from being beneficiary or promisee. ഒരു മൈനർക്ക് ഒരു പ്രോമിസി ആകാം അല്ലെങ്കിൽ ബെനഫിഷ്യറി ആകാം. എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു കോൺട്രാക്റ്റിൽ ആ കോൺട്രാക്റ്റിൽ ഒരു മൈനർ പ്രോമിസി ആവുന്നത് കൊണ്ട് ആ മൈനർക്ക് എന്തെങ്കിലും ബെനഫിറ്റ് ഉണ്ടെങ്കിൽ ആ മൈനർക്ക് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. ക്ലിയർ ആയല്ലോ? ഒരു എക്സാമ്പിൾ പറയാം. ഒരു മൈനറായ വ്യക്തി വേറൊരു വ്യക്തിയോട് ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കി. ആ വ്യക്തിയുടെ കാറ് 5 ലക്ഷം രൂപയ്ക്ക് ഈ മൈനർ വാങ്ങാമെന്ന് അഗ്രിമെൻ്റ് ഉണ്ടാക്കി. വേറൊരു വ്യക്തിയുടെ ഒരു കാറ് 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങാമെന്ന് ഒരു മൈനറായിട്ടുള്ള വ്യക്തി അഗ്രി ചെയ്തു. എന്നിട്ട് ഒരു 50,000 രൂപ ഈ മൈനർ അഡ്വാൻസ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അടുത്ത വീക്സിൽ നമുക്ക് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാം, ഞാൻ മുഴുവൻ ക്യാഷും തരും, താങ്കളുടെ കാറ് ഞാൻ വാങ്ങാമെന്ന്. ഓക്കെ, അടുത്ത വീക്കായി, കോൺട്രാക്റ്റിൻ്റെ സമയമായി, മൈനർ ആ വ്യക്തിയെ സമീപിച്ചു, കാറിൻ്റെ ഉടമസ്ഥനെ സമീപിച്ചു. ആ സമയത്ത് കാറിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അഡ്വാൻസ് തിരിച്ചു തരാം, എനിക്ക് ഈ കോൺട്രാക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, ഞാൻ ഈ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറുകയാണ്, ഞാൻ എൻ്റെ കാറ് വിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനറായിട്ടുള്ള വ്യക്തിക്ക് ഈ വ്യക്തിക്കെതിരെ കേസ് ഫയൽ ചെയ്യാം, നിയമ നടപടി സ്വീകരിക്കാം. കാരണം ഇവിടെ മൈനർ ബെനഫിഷ്യറിയാണ്. ഓക്കെ, മൈനർ എന്ന് പറഞ്ഞാൽ ഇവിടെ ബെനഫിഷ്യറിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ബെനഫിറ്റ് ഉള്ള ഒരു കാര്യത്തിൽ മൈനർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ കേസ്, റാറ്റിഫിക്കേഷൻ ഓൺ അറ്റൈനിങ് ദ മെജോറിറ്റി ഈസ് നോട്ട് അലൗഡ്. A minor cannot ratify a promisee entered into a during his minority after attaining majority. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒരു മൈനറായിട്ടുള്ളൊരു വ്യക്തി അദ്ദേഹം മൈനറായിരുന്ന സമയത്ത് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി. ശേഷം അദ്ദേഹം മേജറായി, അതായത് 18 വയസ്സ് പൂർത്തിയായി. അപ്പോൾ അദ്ദേഹത്തിന് ആ കോൺട്രാക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂല. ഉദാഹരണം പറയാണ്, ഇപ്പോൾ രാജു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടി, അദ്ദേഹം മേജറായി, 18 വയസ്സ് പൂർത്തിയായി. ആ സമയത്ത് അദ്ദേഹം മൈനറായിരുന്ന സമയത്ത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരുന്നു. ആ കോൺട്രാക്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല,
ഇപ്പോൾ അദ്ദേഹത്തിന് മേജർ ആവുന്ന സമയത്ത് ആ കോൺട്രാക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. 18 വയസ്സായല്ലോ, അതുകൊണ്ട് ഇനി ആ കോൺട്രാക്റ്റ് പൂർത്തിയാക്കാം എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, അദ്ദേഹം മൈനർ ആയിരുന്ന സമയത്താണ് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത്, അതായത് അദ്ദേഹത്തിന് 18 വയസ്സാകുന്നതിന് മുമ്പ്. അപ്പോൾ മൈനറായ സമയത്ത് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ കോൺട്രാക്റ്റ് അപ്പോൾ തന്നെ എന്താണ്, വോയിഡാണ്, അതിന് നിയമസാധുത ഇല്ല. ആ കോൺട്രാക്റ്റ് ആ തുടങ്ങുമ്പോൾ തന്നെ ആ കോൺട്രാക്റ്റ് നിയമസാധുത ഇല്ലാത്തതായി. അപ്പോൾ അത്തരത്തിലുള്ള കോൺട്രാക്റ്റ് ഇനി ആ മൈനർ മേജർ ആയാലും 18 വയസ്സ് പൂർത്തിയായാലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കോൺട്രാക്റ്റ് തുടരാൻ പറ്റൂല. ഓക്കെ, അടുത്തത്, എ മൈനർ കനോട്ട് ബി ആസ്ക്ഡ് ടു കോമ്പൻസേറ്റ് ഓർ പേ ഫോർ എനി ബെനിഫിറ്റ് റിസീവ്ഡ് അണ്ടർ എ വോയിഡ് അഗ്രിമെൻറ്റ്. ഇനി ഇത്തരത്തിലുള്ള ഒരു വോയിഡ് അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു മൈനർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടിയാൽ അതിന് പകരമായിട്ട് മൈനറോട് ഒന്നും ചോദിക്കാൻ പറ്റൂല. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ് ഒരു മൈനറായിട്ട് ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റ് എന്താണ്, വോയിഡാണ്, അഗ്രിമെൻറ്റ് വോയിഡാണെന്ന് പറഞ്ഞു. ഇനി ഇങ്ങനെ നമ്മളൊരു വോയിഡായിട്ടുള്ള അഗ്രിമെൻറ്റ് ഉണ്ടാക്കി, ഒരു മൈനറായിട്ട് നമ്മളൊരു അഗ്രിമെൻറ്റ് ഉണ്ടാക്കി, അതിൽ ആ മൈനർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റും കിട്ടി അഗ്രിമെൻറ്റിൽ, അതിന് പകരമായിട്ട് മൈനറോട് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയാണ്, ഒരു മൈനർ എന്ത് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു പ്രോപ്പർട്ടി പണയം വെച്ചുകൊണ്ട് ഒരു ലോൺ എടുത്ത്, മൈനറുടെ പേരിലുള്ള ഒരു പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് പണയം വെച്ചുകൊണ്ട് ഒരു ലോൺ എടുത്ത്. ഇവിടെ എന്താണ്, അദ്ദേഹം മൈനർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ആ ലോൺ അടയ്ക്കേണ്ട ബാധ്യതയില്ല. അതേപോലെ തന്നെ ഈ ലോൺ കൊടുത്ത വ്യക്തിക്ക്, അത് ബാങ്ക് ആയിക്കോട്ടെ മറ്റു വ്യക്തികളായിക്കോട്ടെ, ഇദ്ദേഹം ഈ പണയം വെച്ചിട്ടുള്ള പ്രോപ്പർട്ടി എന്ത് ചെയ്യാൻ പറ്റൂല, അദ്ദേഹത്തിൻ്റെ ഈ ലോണിന് പകരമായിട്ട് പിടിക്കാനും പറ്റൂല. അപ്പോൾ കാരണം എന്താ, മൈനർക്ക് ഇവിടെ യാതൊരു ലയബിലിറ്റിയും ഉണ്ടാകില്ല. ക്ലിയർ ആയല്ലോ. അപ്പോൾ മൈനർക്ക് ഈ വോയിഡ് അഗ്രിമെൻറ്റ്, നിയമസാധുത ഇല്ലാത്ത ഈ അഗ്രിമെൻറ്റിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് മൈനർക്ക് കിട്ടിയാൽ അതിന് പകരമായിട്ട് ഒന്നും ചോദിക്കാൻ പറ്റൂല. ഓക്കെ, അടുത്തത്, മൈനേഴ്സ് ക്യാൻ ആൾവേസ് പ്ലീഡ് ഹിസ് മൈനോറിറ്റി, നോ എസ്റ്റോപ്പൽ അഗെയിൻസ്റ്റ് ഹിം. അതിൽ എക്സ്പ്ലനേഷനിൽ പറയുന്നുണ്ട്, എസ്റ്റോപ്പൽ ഈസ് എ റൂൾ ഓഫ് എവിഡൻസ് ബൈ വിച്ച് എ പേഴ്സൺ ഈസ് നോട്ട് അലൗഡ് ടു ഗോ ബാക്ക് അപ്പോൺ ദെയർ ഏർലിയർ റെപ്രസെൻറ്റേഷൻ. എ മൈനർ who falsely represent himself to be a major induces another person to enter into a contract with him. He cannot made liable on contract. അതായത് ഇവിടെ പറഞ്ഞത്, ഒരു മൈനർ അദ്ദേഹം മേജറാണ് എന്ന് ഒരു വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ എസ്റ്റോപ്പൽ, അതായത് പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പൽ ബാധകമല്ല. പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നിങ്ങൾക്കറിയാം, ഒരു കോൺട്രാക്റ്റിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടാൽ ആ വ്യക്തിക്കെതിരെ എന്ത് ചെയ്യാം, ചീറ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് കേസ് കൊടുക്കാം, നിയമ നടപടി സ്വീകരിക്കാം. പക്ഷേ ഇവിടെ മൈനർ ആയതുകൊണ്ട് ഈ വ്യക്തിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പറ്റില്ല, മൈനർക്ക് യാതൊരു ബാധ്യതയും ഉണ്ടാകില്ല. ഉദാഹരണം പറയുകയാണ്, ഒരു മൈനറായിട്ടുള്ള വ്യക്തി ഞാനുമായിട്ട് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി. അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന് 18 വയസ്സായിട്ടുണ്ട്, മേജർ ആയിട്ടുണ്ട് എന്നാണ്, എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അങ്ങനെ അത്തരത്തിലുള്ളൊരു കോൺട്രാക്റ്റിൽ എനിക്ക് വല്ല നഷ്ടവും സംഭവിച്ചാൽ അല്ലെങ്കിൽ ബാധ്യതയും ഉണ്ടായാൽ അതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് മൈനർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പറ്റൂല. മൈനർ യാതൊരു ലയബിലിറ്റിയും മൈനർക്ക് ഉണ്ടാകില്ല. അദ്ദേഹം എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിൽ പോലും എന്ത് ചെയ്യില്ല, അദ്ദേഹത്തിന് യാതൊരു ബാധ്യതയും ഉണ്ടാകില്ല. അടുത്തത്, നോ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് അഗ്രിമെൻറ്റ്. മറ്റു ഇതുവരെ കോൺട്രാക്റ്റിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു മൈനറുടെ പേരിൽ ഒരു സ്പെസിഫിക് പെർഫോമൻസും ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ എന്താണ്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരു മൈനറുടെ ഒരു ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ മൈനറുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടിയിട്ട് മൈനറെ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൂല. ക്ലിയർ ആയല്ലോ. അപ്പം ഒരു സ്പെസിഫിക് കോൺട്രാക്റ്റും എന്ത് ചെയ്യാൻ പറ്റില്ല, മൈനറുടെ പേരിൽ നടത്താൻ പറ്റൂല. ഓക്കെ, അപ്പം മൈനറുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന മൈനറുടെ ഗാർഡിയന് പോലും മൈനറുടെ പേരിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പർട്ടി ഒന്നും വാങ്ങാനോ അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടി മൈനറെ പ്രേരിപ്പിക്കാനോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ,
അടുത്തത് ഏഴാമത്തത് മൈനർ കനോട്ട് എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് ഓഫ് പാർട്ണർഷിപ്പ്. According to Section 30 of Partnership Act 1932, a minor cannot become a partner in a partnership firm. However, he may, with the consent of all partners, be admitted to the benefit of partnership. അതായത് പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം പറയുന്നത് എ മൈനർ കനോട്ട് ബിക്കം എ പാർട്ണർ ഇൻ എ പാർട്ണർഷിപ്പ് ഫേം. ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ ഒരു മൈനർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പാർട്ണറാകാൻ പറ്റില്ല. എങ്കിൽ പോലും മറ്റു പാർട്ട്നേഴ്സിൻ്റെ സമ്മതത്തോടു കൂടി എന്ത് ചെയ്യാം, മൈനർക്ക് വേണമെങ്കിൽ പാർട്ണർഷിപ്പിൻ്റെ ബെനഫിറ്റ് ഉൾക്കൊള്ളാൻ പറ്റും, ബെനഫിറ്റ് കൈപ്പറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്തരത്തിലുള്ളൊരു കേസിൽ മൈനർക്ക് അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഷെയർ എത്രത്തോളമാണോ അത്രത്തോളമേ മൈനർക്ക് ബാധ്യത ഉണ്ടാവുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നും ഒരിക്കലും പാർട്ണർഷിപ്പിൽ ബാധ്യതപ്പെടുത്താൻ പറ്റൂല. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒരു മൈനറായിട്ടുള്ള വ്യക്തി ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഒരു മൈനറായിട്ടുള്ള വ്യക്തി ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ആ പാർട്ണർഷിപ്പ് ഫേമിൽ അദ്ദേഹത്തിൻ്റെ ബാധ്യത എന്ന് പറഞ്ഞാൽ ആ 1,00,000 രൂപ വരെ മാത്രമാണ്. ആ പാർട്ണർഷിപ്പിന് ഫേമിന് എന്തെങ്കിലും നഷ്ടമുണ്ടാക്കിയാൽ അല്ലെങ്കിൽ ആ പാർട്ണർഷിപ്പ് ഫേമിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ഈ മൈനർ കൊടുക്കേണ്ടത് മാക്സിമം 1,00,000 രൂപ മാത്രമാണ്. അല്ലാതെ മൈനറുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിന്നൊന്നും ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ എടുക്കാൻ പറ്റില്ല. സാധാരണ കേസിൽ നിങ്ങൾക്കറിയാം, ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ ഈ പാർട്ണർഷിപ്പ് ഫേം കാരണം മറ്റുള്ള വ്യക്തികൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആ പാർട്ണർഷിപ്പ് ഫേമിലുള്ള പാർട്ട്നേഴ്സിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടെങ്കിലും എന്ത് ചെയ്യേണ്ടി വരും, ആ നഷ്ടപരിഹാരം തീർക്കേണ്ടി വരും. അതാണ് നോർമൽ കേസ്. പക്ഷേ മൈനറുടെ കേസിൽ മൈനർ എത്രയാണോ പാർട്ണർഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തുള്ളത് അത്രയേ ബാധ്യതയുള്ളൂ. അല്ലാതെ മൈനറുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സ്ഥാപനത്തിൻ്റെ നഷ്ടപരിഹാരം തീർക്കാനോ മറ്റോ ഒന്നും തന്നെ എടുക്കാൻ പറ്റൂല. ഓക്കെ, അടുത്തത് മൈനർ ക്യാൻ ബി ആൻ ഏജൻറ്റ്. ഒരു മൈനർക്ക് എന്ത് ചെയ്യാം, ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കാം. ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മറ്റൊരു വ്യക്തിക്ക് പകരമായിട്ട് നമ്മൾ പ്രവർത്തിക്കുക അല്ലേ. അവിടെ മെയിൻ വ്യക്തിയെ നമ്മൾ പ്രിൻസിപ്പൾ എന്ന് പറയും. പ്രിൻസിപ്പൾക്ക് വേണ്ടിയിട്ട് ആരാണോ പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തെ നമ്മൾ ഏജൻറ്റ് എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യാം, എനിക്ക് വേണമെങ്കിൽ ഒരു മൈനറെ എൻ്റെ ഏജൻ്റായിട്ട് വെക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ മൈനർ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും ഒരിക്കലും മൈനർ പേഴ്സണലി ലേബിൾ ആവില്ല, അദ്ദേഹം ബാധ്യസ്ഥനാവില്ല. ഇപ്പോൾ ഉദാഹരണം പറയാം, ഞാനൊരു മൈനറെ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏജൻ്റായിട്ട് വെച്ചു, മൈനറായിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, ഒരു മിസ്റ്റേക്ക് ചെയ്തു, അതിൻ്റെ പേരിൽ എന്തെങ്കിലും ബാധ്യത ഉണ്ടായാൽ ആ ബാധ്യതക്ക് ഉത്തരവാദി പ്രിൻസിപ്പളായിട്ടുള്ള ഞാനാണ്, അല്ലാതെ ഒരിക്കലും ആ മൈനർ അല്ല. മൈനറുടെ മിസ്റ്റേക്ക് കാരണമാണ് നഷ്ടം സംഭവിച്ചതെങ്കിൽ പോലും അദ്ദേഹത്തെ ഏജൻ്റായിട്ട് വെച്ചിട്ടുള്ള പ്രിൻസിപ്പളായിട്ടുള്ള ഞാനാണ് അതിൻ്റെ ഉത്തരവാദി, ഒരിക്കലും മൈനറല്ല. ഒരിക്കലും മൈനറല്ല. അപ്പോൾ മൈനറിനെ ഏജൻ്റായിട്ട് വെക്കാം, പക്ഷേ മൈനർക്ക് ഒരു പേഴ്സണൽ ലയബിലിറ്റിയും ഉണ്ടാകില്ല. ഓക്കെ, അടുത്തത് ഹി കനോട്ട് ബി അഡ്ജഡ്ജ്ഡ് ഇൻസോൾവെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മൈനർക്ക് ഒരിക്കലും ഇൻസോൾവെൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റൂല. അതായത് നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു വ്യക്തി കടമൊക്കെ വന്നിട്ട് അദ്ദേഹത്തിന് ഒരിക്കലും തിരിച്ചടക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാവുമ്പോഴാണ് അദ്ദേഹം പാപ്പറായിട്ട് പ്രഖ്യാപിക്കുക എന്നൊക്കെ പറയും. ചിലപ്പോൾ ചില വ്യക്തികളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കോടതിയൊക്കെ അവരുടെ ബിസിനസ്സൊക്കെ തകരുമ്പോൾ എന്ത് ചെയ്യും, അവർ കോടതിയെ സമീപിച്ചാണ്ട് അവർ പാപ്പറായിട്ട് പ്രഖ്യാപിക്കും. ഓക്കെ, അതാണ് ഇൻസോൾവെൻ്റ് ആകുക എന്ന് പറഞ്ഞത്. പക്ഷെ ഒരു മൈനർക്ക് ഒരിക്കലും ഇൻസോൾവെൻ്റ് ആകാൻ പറ്റില്ല. കാരണം എന്താ, അദ്ദേഹം ഏതൊരു കോൺട്രാക്റ്റിലും ഏർപ്പെടാൻ കോമ്പിറ്റൻ്റ് അല്ല അല്ലേ. ഞങ്ങൾക്കറിയാം, ഒരു മൈനർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അദ്ദേഹം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കോമ്പിറ്റൻ്റ് അല്ല. പിന്നെ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇൻസോൾവെൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുക? അതാണ് പറഞ്ഞത്, ഒരു മൈനർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻസോൾവെൻ്റ് ആകാൻ പറ്റില്ല. അടുത്തത് 10ാമത്തത് അവസാനത്തതാണ്, എ മൈനർ ഈസ് ലേബിൾ ഫോർ നെസസറി സപ്ലൈഡ് ഓർ നെസസറി സർവീസസ് റെൻഡഡ് ടു ഹിം. ഒരു മൈനർക്ക് എന്തെങ്കിലും നെസസറി ആയിട്ടുള്ള ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്താൽ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ മൈനർ ബാധ്യസ്ഥനാണ്. എന്ന് പറഞ്ഞാൽ എന്താ, സെക്ഷൻ 68 ഓഫ് ദി കോൺട്രാക്ട് ആക്ട് ലേസ് ഡൗൺ ദാറ്റ് ഇഫ് എ മൈനർ ഓർ എനി പേഴ്സൺ
if a minor or any person whom he is legally bound to support is supplied by another person with necessary suited to his condition in life, such another person who has furnished such supplies is entitled to be reimbursed from property of a minor. Again, it is only the property of the minor which is liable for meeting the liability arising out of such contract. He is not personally liable. എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ ഒരു മൈനറായിട്ടുള്ള വ്യക്തിക്ക് എന്തെങ്കിലും നെസസറി ആയിട്ടുള്ള സാധനങ്ങൾ ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ സപ്ലൈ ചെയ്താൽ ആ മൈനറുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് അതിൻ്റെ തുക അതിൻ്റെ എമൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം വ്യക്തിപരമായിട്ട് അദ്ദേഹം നമുക്ക് തരാൻ ബാധ്യസ്ഥനല്ല. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് മൈനർക്ക് പ്രോപ്പർട്ടി ഒന്നും ഇല്ലെങ്കിലോ മൈനർ തരേണ്ട ആവശ്യമില്ല. മൈനർ പേഴ്സണലി ലേബിൾ അല്ല, വ്യക്തിപരമായിട്ട് ബാധ്യസ്ഥനല്ല. പക്ഷെ മൈനറുടെ പേരിൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ആ തുക ഈടാക്കാം. എപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് എന്തെങ്കിലും നെസസറി ആയിട്ടുള്ള ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്താൽ. അപ്പോൾ എന്താണ് നെസസറി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? നെസസറി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ necessary goods are not restricted to articles which are required to maintain a bare existence such as a bread and clothes, but include articles which are reasonably necessary to another to the minor having regard to his status in life. ഒരു വ്യക്തിയുടെ ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരു വ്യക്തിയുടെ ജീവൻ നിലനിർത്താൻ അല്ലെങ്കിൽ ജീവിതത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നെസസറി എന്ന് പറയാം. അതിപ്പോൾ ഓരോ മൈനറെ സംബന്ധിച്ചും വ്യത്യസ്തമാകും. ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരു മൈനറെ സംബന്ധിച്ചിടത്തോളം ഒരു വാച്ച് അല്ലെങ്കിൽ ഒരു സൈക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മൈനറെ സംബന്ധിച്ചോളം നെസസറി ആയിട്ടുള്ള സാധനമാണ് അല്ലേ. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് സൈക്കിളൊക്കെ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഒരു സൈക്കിള് അല്ലെങ്കിൽ ഒരു വാച്ച് എന്നുള്ളതൊക്കെ ഒരു മൈനറെ സംബന്ധിച്ച് എന്താണ്, ഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു മൈനറെ സംബന്ധിച്ച് എന്താണ്, അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, എന്നാൽ എല്ലാ മൈനറെ സംബന്ധിച്ചും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരു മൈനർ അദ്ദേഹം വളരെ മൈനറാണെങ്കിൽ പോലും അദ്ദേഹം വളരെ റിച്ച് ആണ്, ഒരുപാട് പ്രോപ്പർട്ടിയൊക്കെ ആ മൈനറുടെ പേരിലുണ്ട്. അപ്പോൾ ആ മൈനറെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു കാറ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നെസസറി ആയിരിക്കും. കാരണം എന്താ, അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്തുണ്ട്. അപ്പോൾ ആ മൈനർക്ക് എന്താണ്, ആ മൈനറെ സംബന്ധിച്ചിടത്തോളം ഒരു കാറ് വളരെ ചിലപ്പോൾ നെസസറി ഗുഡ്സ് ആയിരിക്കും. എന്നാൽ ഒരു മൈനർ സാധാരണക്കാരനായിട്ടുള്ള ഒരു മൈനറാണ്, സാധാരണക്കാരനായിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കാർ നെസസറി അല്ല. പക്ഷെ ഒരു ബൈസിക്കിൾ, ഒരു സൈക്കിൾ എന്താണ്, നെസസറി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു നെസസറി ഗുഡ്സ്, ഇനി സർവീസ് ആകാം. ഉദാഹരണം പറയാം, എഡ്യൂക്കേഷന് അല്ലേ, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ വളരെ അത്യാവശ്യമാണ്. മെഡിക്കൽ അഡ്വൈസ്, ലീഗൽ അഡ്വൈസ്, ഓക്കെ. അല്ലെങ്കിൽ ഒരു മൈനർക്ക് നമ്മൾ എന്ത് ചെയ്ത് ഒരു വീട് കൊടുത്തു, ഓക്കെ, വാടകക്കോ അല്ലെങ്കിൽ വേറെ മൈനറുടെ പേരിലോ വീട് കൊടുത്തു അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്തു. അങ്ങനെയൊക്കെ സർവീസ് ചെയ്താൽ ഇത്തരത്തിലുള്ള സർവീസോ അല്ലെങ്കിൽ ഗുഡ്സോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, മൈനർക്ക് കൊടുക്കുകയാണ്. മൈനറെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നെസസിറ്റിയാണ്, അത് കിട്ടൽ അത്യാവശ്യമാണ്. അത്തരത്തിലുള്ള വല്ല ഗുഡ്സോ സർവീസോ നമ്മളൊരു മൈനർക്ക് പ്രൊവൈഡ് ചെയ്താൽ അതിൻ്റെ ഒരു തുക എന്ത് ചെയ്യാം, നമുക്ക് മൈനറുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈടാക്കാം, നമുക്ക് കൈപ്പറ്റാം. പക്ഷേ മൈനർക്ക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ മാത്രം, ആ മൈനർക്ക് പ്രോപ്പർട്ടി ഇല്ലെങ്കിലോ നമുക്ക് അദ്ദേഹത്തെ തരാൻ വേണ്ടിയിട്ട് നിർബന്ധിപ്പിക്കാനൊന്നും പറ്റില്ല. കാരണം അദ്ദേഹം പേഴ്സണലി ലേബിൾ അല്ല. മൈനറുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു തുക നമുക്ക് എന്ത് ചെയ്യാം, ഈടാക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മൈനറായിട്ട് ഉണ്ടാക്കുന്ന അഗ്രിമെൻറ്റിൻ്റെ ഒരു സ്റ്റാറ്റസ്, പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ്. ഓരോന്നും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.